കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഇപ്പോൾ കട്ടപ്പുറത്തായതുപോലെ അല്പം വിഷമത്തിലാണോ എന്നതാണ് ഡെമോക്രസിയിലെ അവസാനത്തെ ചോദ്യം. ഇടുക്കിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് സൂപ്പർ ഹിറ്റൊക്കെ ആയി അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുമ്പോഴാണ് പോമോനെ എന്ന ഇടിമിന്നലുമായി സാക്ഷാൽ ഹൃതിക് റോഷൻ തന്നെ ലുലുമാളിൽ വന്നതും പോരാ, കട്ടപ്പനയിലെ ഹൃതിക് റോഷന് സാക്ഷാൽ ഹൃതിക് റോഷൻ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് നൃത്തം ചെയ്യേണ്ടതെന്ന്. സാക്ഷാൽ ഹൃതിക് റോഷൻ പക്ഷേ രണ്ട് ഉപകാരങ്ങൾ ചെയ്തു. ഒന്ന്, ഇവിടുത്തെ പാവപ്പെട്ട ഐശ്വര്യ റോയിമാരിൽ ഒരാളെ ആൾക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒപ്പം നൃത്തം ചെയ്തു. റിമി ടോമിയെ പോലെയുള്ള ഹെവി വെയ്റ്റ് ഇടിക്കാർക്ക് പകരം ഒരു സ്ലിം ബ്യൂട്ടിയെയാണ് പൊക്കിയെടുത്തത്. എന്നെ ഗ്ലാമറാ പുള്ളിക്ക്, അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. Thank you, you wonderful. Thank you guys. Next time I will dance with all of you. I love you. Kerala, thank you so much. And once more, thank you for making Kabul so Kabul. Thank you. Love you all and see you soon. Love you all. Thank you. Thank you. ഈ നൃത്തം കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ തോന്നുന്നത് ഇത്രമാത്രം: സുന്ദരിമാർക്കും വെളുത്ത നടിമാർക്കും മാത്രം എന്നും എപ്പോഴും നായികാ പദവി കൊടുത്തിട്ടുള്ള മലയാള സിനിമയ്ക്ക് എന്നാണ് ഒരു കട്ടപ്പനയിലെ ഐശ്വര്യ റോയ് ഉണ്ടാവുക? ഈ സമരം ചെയ്യുന്നവരെല്ലാരും കൂടെ വിചാരിച്ചത് നന്നാക്കി കൊണ്ടുവന്നു. ആലപ്പുഴ, കായംകുളം, കൊല്ലം, ആറ്റിങ്ങൽ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ അതിന് പോകത്തില്ല, അതിന്റെ ടയർ പൊട്ടിപ്പോയിരിക്കുകയാണ്. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്നും വാങ്ങിട്ടൂടെ? ഹലോ, ഒന്നറിയണേ, സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. എന്നെ ഗ്ലാമറാ പുള്ളിക്ക്, അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. ഡെമോക്രസി പൂർണ്ണമാവുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.